ബോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ? ഈ കയാക്ക് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുറേ വീഡിയോസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കയാക്ക് നമ്മൾ സാധാരണ തുഴഞ്ഞു പോകാറില്ലേ പതിവ്, അതായത് ഈ ഒരു പങ്കായം വെച്ചിട്ട് നമ്മൾ തുഴയണം കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ ആരും എൻജിൻ അങ്ങനെ ഒന്നും അധികം സെറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് ചെറിയൊരു മോട്ടറാണ്, ഇതും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ളത്. പക്ഷേ നമ്മൾ ഈ കാണുന്ന പങ്കായമില്ലേ, ആ പങ്കായം നമ്മൾ തുഴയതിന് പകരം നമ്മളൊരു എൻജിൻ ഉണ്ടാക്കിയിട്ട് ആ എൻജിനെ കൊണ്ട് ഈ പങ്കായം നമ്മൾ തുഴയിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് പങ്കായം കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ബാക്കി പണികളൊക്കെ ഇനി കരയിൽ കയറിയിട്ടാ. അങ്ങനെ നമ്മുടെ കയാക്ക് പണിയാനായിട്ട് നമ്മൾ കൊണ്ടുപോകണ്ട, ഇനി വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാണാം. അപ്പൊ മച്ചാന്മാരെ, ഇത്ര നേരം വെള്ളത്തിൽ കിടന്ന് നമ്മുടെ കയാക്കിനെ നമ്മളിത് കട്ടപ്പുറത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇട്ടാണ് നമ്മുടെ ബാക്കി പണികൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമ്മുടെ സ്ക്രാപ്പ് ഷോപ്പിൽ നമ്മൾ മുമ്പ് എടുത്ത് വെച്ചൊരു പഴയ സൈക്കിൾ ഉണ്ട് കേട്ടോ. ഇതിലാണ് നമ്മുടെ പണികൾ തുടങ്ങുന്നത്. കുറെ നാളായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യാണ്ട് കിടക്കായിരുന്നു, അതാണ് ഇത്തരം ശബ്ദങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ സൈക്കിളിനെ അതേ കിടത്തിയിട്ട് ഇതിൽ കയറി കിടന്നിറങ്ങുന്ന കാടും പടലൊക്കെ നമ്മൾ പറിച്ചു മാറ്റി ഓരോ സാധനങ്ങളായിട്ട് മാറ്റാണ്. സീറ്റ് അഴിച്ചു, ഇനി നമ്മുടെ ടയർ അഴിച്ച് കാട്ടി കളയണം, ചെയിൻ വീടിപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബാക്ക് സൈഡ് മാത്രമേ ആവശ്യമുള്ളൂ, അത് നമ്മൾ കട്ട് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് നേരം കട്ട് ചെയ്യാൻ പാടുപെട്ടു, എന്നിട്ട് അവസാനം നമ്മളിത് പീസ് മുറിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ സൈക്കിളിൽ നമുക്ക് ആവശ്യമുള്ളൊരു പോർഷൻ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിൽ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. നല്ല നീല പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി കമ്പി വെച്ചുള്ള കുറച്ച് പരിപാടികളാണ്. നമ്മുടെ ഒരു കയാക്കിലേക്ക് നമുക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ കയാക്കിൽ തന്നെ ഒരു വെട്ടുള്ള കാരണം അതിലേക്ക് ഇറങ്ങുന്ന ഒരു കമ്പി കഷ്ണം നമ്മൾ എടുത്തു. അതിലേക്ക് ഇത് നമ്മൾ ടി ആകൃതിയിൽ ഒന്ന് വെൽഡ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ അറ്റത്താണ് നമ്മൾ എഞ്ചിൻ വെക്കുക. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു പീസ് എടുത്ത് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ചെറിയൊരു സൈക്കിൾ വീലിൻ്റെ ഹബ്ബ് എടുത്തു. ആ ഹബ്ബ് കയറാൻ പാകത്തിന് നമ്മൾ നമ്മളുടെ കമ്പിയിൽ ചെറിയൊരു വി ഷേപ്പിൽ കട്ട് ചെയ്തു. ഇവിടെ വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു പീസ് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സൈക്കിളിൻ്റെ. ഇനി ഇത് നേരെ നമ്മളുടെ ടീ ആയിട്ട് നമ്മൾ വെൽഡ് ചെയ്ത ആ ഒരു പീസുമ്മേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്നൊരു ഐഡിയ കിട്ടില്ല, ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്ത നമ്മുടെ സൈക്കിളിൻ്റെ ആ ഒരു പാർട്ട് നമ്മളിവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. സ്ക്രൂ അല്ല, നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീസ് കൂടി നമ്മൾ വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മെക്കാനിക്കൽ പാർട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മോട്ടർ വെക്കാനായിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 ചാനലുകൾ കേട്ടോ, അതായത് 4ൻ്റെ 2 ചാനലുകൾ എടുത്തിട്ട് നമ്മളത് പരത്തി വെച്ച് അതിൽ മോട്ടർ വെച്ച് ഇതുപോലെ സ്ക്രൂ ചെയ്തു. ഒരു 250 വാട്ട്സ് അല്ലെങ്കിൽ 300 വാട്ട്സിൻ്റെ ഒരു DC മോട്ടറാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 24 വോൾട്ടിൽ വർക്കാവുന്ന മോട്ടർ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ മോട്ടറിൽ നിന്ന് ചെയിനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലാറ്റ്ഫോം ഇവിടെ വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പെയിൻറ്റിങ് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി നമ്മുടെ പങ്കായം സെറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയാക്കിൻ്റെ ഒരു പങ്കായം എടുത്തേക്കാണ്. ഇതിന് 2 സൈഡുള്ള കാരണം നമുക്കിനെ മുറിച്ച് കഴിഞ്ഞാൽ 2 എണ്ണം കിട്ടും. ഇത് നമ്മുടെ സൈക്കിൾ ആ ഒരു പെഡലില്ലേ, ഈ പെഡലുമ്മേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഇതിൽ 2 ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ചെറിയ 2 ഹോൾ ഇട്ടിട്ട് നമ്മളിത് നമ്മുടെ സൈക്കിളിൻ്റെ ആ ചവിട്ടുന്ന പെഡലുമ്മേക്ക് അത് കേബിൾ ടൈറ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് നമ്മുടെ ചാനൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ 2 അറ്റത്തുമായിട്ട് നമ്മൾ 2 റിങ് വെച്ച് കൊടുക്കുകയാണ് മെറ്റലിൻ്റെ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പങ്കായത്തിൻ്റെ മോൾ ഭാഗം ഇതിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സൈഡും നമ്മൾ വെക്കാൻ പാകത്തിന് 2 റിങ്ങാണ് അടിച്ചെടുക്കുന്നത് കണ്ടോ. ഇനി നമ്മളിത് പങ്കായത്തിൻ്റെ ആ ഒരു പീസ് ഇതിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇതും വെൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. നല്ല രീതിക്ക് തന്നെ വെൽഡ് ചെയ്ത് നമ്മളതിനെ സ്ട്രോങ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പങ്കായമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരയാതിരിക്കാനായിട്ട്, അതായത് നമ്മൾ റിങ്ങിലേക്ക് ഇങ്ങനെ ഒരഞ്ഞ് അലമ്പാവാതിരിക്കാനായിട്ട് നമ്മൾ 2 ഓസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ പങ്കായത്തിൻ്റെ ഉള്ളിൽ കണ്ട പെയിൻ്റൊക്കെ ഇപ്പോഴേ പൊളിഞ്ഞു തുടങ്ങി, ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ എൻജിൻ സെക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ടാണ്. ഇനി ബാറ്ററിയും കൺട്രോളറൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ വെക്കുന്നത്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും 2 12 വോൾട്ടിൻ്റെ ബാറ്ററി ചേർത്തിട്ട് നമ്മൾ 24 ആക്കി എടുത്തേക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കൺട്രോളറും വെച്ചിട്ടുണ്ട്, പിന്നെ ഫോർവേഡ് റിവേഴ്സ് സ്വിച്ചും വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ വയർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ കയാക്കിന്റെ എഞ്ചിൻ റെഡി ആയിട്ടുണ്ട്. ഇവനെടുത്ത് നേരെ നമ്മുടെ കയാക്കുമ്മേക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് വർക്കിംഗ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കണ്ടേ. ഓസ് പൊന്തി പോന്ന ഇതൊന്ന് സ്ക്രൂ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഓണാക്കി നോക്കാൻ പോവാണേ. അടിപൊളി മക്കളെ, നോക്കിയേ, അമ്പോ നല്ല അടിപൊളിയായിട്ട് തുഴയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫോർവേഡാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് റിവേഴ്സ് ആക്കുകയാണ്.
കണ്ട ഇപ്പൊ ഇത് റിവേഴ്സ് ആണ് പോകുന്നത്, അതായത് ഫോർവേഡ് റിവേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതല്ലാട്ട് ഇതിന്റെ സ്പീഡ് കാണിച്ചു തരാം. കണ്ട ഇതാണ് ഇതിന്റെ സ്പീഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പീഡില് ഇവന് ഓടിക്കാനും പറ്റും. അപ്പൊ ഇത് നമ്മളുടെ മെഷീൻ ഇരുന്ന് കറങ്ങുന്നതാണായിട്ട് പ്രത്യേക ഭംഗിയായിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് നേരം ഇവനെ ആ ഒരു വർക്കിംഗ് കാണാനായിട്ട് നമ്മൾ തന്നെ ഓൺ ആക്കി ഇട്ടതാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ എഞ്ചിൻ എടുത്ത് ഇനി നേരെ നമ്മുടെ കയാക്കുമ്മേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണേ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയാക്കിലുള്ള ആ ഒരു ഗ്രൂവിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്രെയിമുമ്മേക്ക് ഉറപ്പിക്കാൻ പോവാണേ. നമ്മളിത് ഉറപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പട്ടയുടെ പീസ് എടുത്തിട്ട് അത് 2 ഹോൾ ഇട്ടിട്ട് നമ്മളിത് ഇതുപോലെ സ്ക്രൂ ചെയ്ത് അത് ടൈറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അടുത്ത സൈഡും സ്ക്രൂ ചെയ്യാം. മച്ചാമാരി ഇതാണ് നമ്മളുടെ വഞ്ചിയുടെ ഫിൻ വരുന്നത്. അതായത് നമ്മളുടെ കയാക്ക് വളയ്ക്കാനായിട്ടുള്ള സെറ്റപ്പാണ്. ഒരു കമ്പിമേ നമ്മളിത് ഒരു ഷീറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുത്തിട്ട് അതുമ്പോൾ പെയിന്റ് അടിച്ചേക്കാണ്. ഇതിലേക്ക് നമുക്കൊരു ബെയറിംഗ് കയറ്റി കൊടുക്കണേ. അങ്ങനെ നമ്മൾ വെച്ച ബെയറിങ് നല്ല രീതിക്ക് ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കുക, നല്ല സ്മൂത്ത് ആയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ കയാക്കിൽ ജന്മന ഉള്ളൊരു ഹോൾ ഉണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതിൽ കൂടിയാണ് നമ്മൾ ഇതിൻ്റെ കമ്പി മുകളിലേക്ക് എടുക്കുന്നത്. അതിനുശേഷം മുകളിലും ഒരു ബെയറിങ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെയറിങ്ങും ഇതിനുശേഷം നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി കൊടുക്കണം. നല്ല ഫ്രീ ആയിട്ട് മൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലിവർ വെച്ച് കൊടുക്കണം കേട്ടോ, നമുക്കിത് വളയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്താണിത്. ഹാൻഡ് ലിവർ നമ്മളത് നല്ല രീതിക്ക് സ്പാനർ വെച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു ലിവർ വെച്ചിട്ടാണ് നമ്മുടെ കയാക്കിന്റെ വളക്കലും തിരിക്കലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മളുടെ എഞ്ചിൻ ഉറപ്പിച്ച കയാക്ക് വെള്ളത്തിലിറക്കാൻ നേരായി. അപ്പൊ ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ എഞ്ചിൻ വെച്ചിട്ടുള്ള കയാക്ക് വെള്ളത്തിലിറക്കാണ്. അങ്ങനെ മച്ചാന്മാരെ ഇത് നമ്മളുടെ കയാക്കിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. മിക്കവാറും ഇപ്പം മറിയും കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ കയറുമ്പോൾ മറിയാറുള്ള. ഇന്നെന്താണോ അവ മറിഞ്ഞില്ല, അടിപൊളി. കുറച്ചൊന്നും തള്ളിയിട്ടേ മോനെ. അയ്യോ അധികം തള്ളല്ലേ. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ ഇരുന്ന് സീറ്റിംഗ് ഒക്കെ കറക്റ്റ് ആക്കി അപ്പം ഓണാക്കി നോക്കാൻ പോവാണ്. അടിപൊളി. അങ്ങനെ ദേ നമ്മളുടെ കയാക്ക്, അതായത് റോബോട്ട് തുഴയുന്ന കയാക്ക് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതിങ്ങനെ പോകുന്നത് കാണാനായിട്ട്. ഇതിലിരിക്കാനും നല്ല കംഫർട്ടാണ്, വലിയ ജെർക്കിങ് കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, നമ്മളെ PUBG ഒക്കെ കളിച്ചവർക്ക് അറിയാൻ പറ്റും. അതിലൊരു മെക്ക ഉണ്ടായിരുന്നില്ലേ, മെക്ക നടക്കുമ്പോഴൊരു സൗണ്ട് പോലെ കേട്ടോ ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ആ ഒരു റോബോട്ടിൻ്റെ ഒക്കെ പോലത്തെ ഒരു സൗണ്ടാണ്, നല്ല രസമാണ്. മച്ചമാരെ അടിപൊളി. ഇതേ നോക്കിയേ, നമ്മുടെ മെഷീൻ എന്താ അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതേ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. നമുക്ക് വളയ്ക്കാനുണ്ടെങ്കിൽ ഇതേ ഈ ലെവറുമ്പോ വളച്ചു കൊടുക്കാം. അയ്യോ കാടൊക്കെ ഇളക്കി വരുന്നുണ്ട് മക്കളെ. ഒരു രക്ഷയില്ല കേട്ടോ സംഭവം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഇതേ കണ്ടാ, നമ്മിന് തുഴയേണ്ട ആവശ്യമില്ല കയാക്ക്. നമ്മുടെ പുലിക്കുട്ടി തുഴഞ്ഞോളൂ. ശരിക്കും ഒരാളെ തുഴയുടെ പോലെയില്ലേ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല സംഭവം. എന്തോരം നേരം ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഓടിച്ച് തുടങ്ങിയിട്ടത്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ ഓടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ റിവേഴ്സ് ഗിയറിലിട്ടാ പോകുന്നത്. ഇതിപ്പോ നമ്മുടെ ബോട്ട് റിവേഴ്സ് പോവാണ്. ഫോർവേഡ് മാത്രമല്ല, നമ്മുടെ വണ്ടിയിൽ റിവേഴ്സും ഉണ്ട്. ഇനിയിപ്പോ ഫോർവേഡ് ഇടാട്ടാ. ഫോർവേഡ് അടിപൊളി. നമ്മളിപ്പോ ഒരു ലോ സ്പീഡിലിട്ടാ ഓടിക്കുന്നത്. അങ്ങനെ നമ്മളെ യന്ത്ര കയാക്കിന്റെ എടുത്ത കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ കാട്ടിത്തരട്ടെ, നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്. റിവേഴ്സ്. അപ്പൊ മച്ചാന്മാരെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരായി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മച്ചാന്മാരെ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ വാച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ്.
signing out.